ഹേ ഗായ്സ്, അപ്പം നമുക്കൊന്നൊരു കല്യാണത്തിന് പോയാലോ? എൻ്റെ ഫ്രണ്ടിൻ്റെ കാക്കാൻ്റെ കല്യാണമാണ് കേട്ടോ ഒന്ന്. അപ്പം ഞങ്ങൾ നല്ല രീതിക്ക് ലേറ്റ് ആയിട്ടുണ്ട്. നല്ല രീതിക്ക് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ പോയിട്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പോവേണ്ടി വരില്ല. കാരണം ഞങ്ങളോട് കേട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ വണ്ടി കാത്ത് നിൽക്കുകയാണ്. ഞങ്ങൾ കുറച്ചധികം ലേറ്റായി ഗൈസ്. ഞങ്ങളൊരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് എത്തണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഇപ്പം തന്നെ സമയം വൈകി. പിന്നെ അവിടെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കേണ്ട ഒരാൾ വിളിച്ചിട്ട് എന്തായാലും മിക്കാറും ഇപ്പോൾ തന്നെ ചീത്തക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ 4 മണിക്ക് എത്താൻ വിചാരിച്ച് ഞങ്ങൾ അവിടെ എത്തിയത് 6 മണി കഴിഞ്ഞപ്പോഴാണ്. അപ്പം എന്തൊക്കെയാണെന്ന ഒരു അവസ്ഥ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതന്നെ, കുറച്ച് പൊട്ടിത്തെറിയും കിട്ടി, കുറച്ച് ചീത്തയും കേട്ടു. നമുക്ക് പുത്തരില്ലാത്തതിന് കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ വെൽക്കം ഡ്രിങ്ക് കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങി. അതന്നെ മനസ്സിലായില്ലേ, ഞങ്ങൾ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നല്ല, ലേറ്റായി വന്നതൊക്കെ കേൾക്കേണ്ടി വരും. അങ്ങനെ ഓളെ വായിലിരിക്കുന്നത് മുഴുവൻ കേട്ട സ്ഥിതിക്ക് ഇനി നമുക്ക് ചെക്കനും പെണ്ണിൻ്റെയും കൂടെ നമുക്ക് ഫോട്ടോസ് എടുക്കാം. അത് കല്യാണത്തിന് ഇനി അതില്ലെങ്കിൽ ഒരു രസമില്ലല്ലോ. പറയാതിരിക്കാൻ ഡെക്കറേഷൻസ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. ഇതിന് മുമ്പൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് അതിൻ്റെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇതൊക്കെ കണ്ടങ്ങോട്ട് തീർത്തു. ഇനി അടുത്ത നമ്മളെ സ്റ്റെപ്പിലോട്ട് നമുക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ബിരിയാണി ഉണ്ടായിരുന്നു, ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വൈകി വന്നുകൊണ്ട് ഞങ്ങൾക്ക് പുറമൊന്നും കിട്ടിയില്ല. അതിൻ്റെ വിഷമം വേറെ ഉണ്ട്. ടോട്ടൽ കുറച്ച് വിഷമങ്ങൾ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക്. സാരമില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഓളെ ഉപ്പയും ഉമ്മയും അനിയനും കാക്കയും കാക്കാൻ്റെ വൈഫും വിളിച്ചല്ലേ ഗൈസ്. ഹായ് ഗൈസ്. അങ്ങനെ കല്ല പരിപാടികളൊക്കെ കഴിഞ്ഞു ഗൈസ്. ഞങ്ങൾ വീട്ടിൽ പോവാണ്. ബൈ.